നിജേഷ് അരവിന്ദിലേക്ക്. നിജേഷ്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെ ഉന്നമനത്തിനായി മന്ത്രിയാക്കണം. ഇതുകൂടി സുരേഷ് ഗോപി ഈ വലിയ വിവാദ പരാമർശത്തിനൊപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ബാലൻസിംഗ് നടത്തിയാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവർക്ക് വാദിക്കാം. അതല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയ വിവാദമാകുമോ? പറഞ്ഞത് താൻ തിരുത്തുന്നു, തനിക്ക് ഈ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ അത് താൻ തിരുത്തുകയാണ് എന്ന് പറയുന്നിടത്ത് അവസാനിച്ചോ ഈ വിഷയം? സുരേഷ് ഗോപി പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഈ വാക്കുകൾ വന്നത് എന്ന്. സുരേഷ് ഗോപിയെ പോലെയുള്ള BJP ഇടക്കാലത്ത് നേതാക്കളാക്കിയ, വാടകയ്ക്കെടുത്ത, മുൻനിർത്തിയ ആളുകളുടെ മനസ്സിനകത്ത് ഉള്ള സാധനമാണ് ഇത്. നമ്മൾക്കൊക്കെ അറിയാം, നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ വധിച്ചത് എന്തിനാണ് എന്ന് അദ്ദേഹം 55 പേജുള്ള കുറേ അദ്ദേഹത്തിൻ്റെ കുറേ സാധനം എഴുതി തയ്യാറാക്കി. എന്നാൽ ആദ്യമായിട്ടെന്നാണ് ഗാന്ധിജിക്ക് നേരെ ഊരിപ്പിടിച്ച വാളുമായി ഗോഡ്സെ പോയത് എന്ന് പറഞ്ഞാൽ പുരി ക്ഷേത്രത്തിന് മുന്നിൽ ക്ഷേത്രപ്രവേശനം അവർണർക്ക് അനുവദിച്ച സമയത്ത് അതിനോടുള്ള പ്രതിഷേധമായിട്ടാണ് ആ സമരം നയിച്ചത് ഗാന്ധിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഊരിപ്പിടിച്ച വാളുമായി ഗോഡ്സെ ഗാന്ധിയെ കുത്താൻ പോയത് എന്നാണ് ചരിത്രത്തിലുള്ളത്. ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലാത്ത ആളുകളാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത് എന്നുള്ളതാണ് നമ്മെ ഏറെ വേദനിപ്പിക്കുന്നത്. എത്ര മോശമായിട്ടാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എവിടെയാണ് അദ്ദേഹത്തിന് ഈ ജാതീയത ഉണ്ടാകുന്നത്? പണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അടുത്ത ജന്മത്തിൽ ഞാൻ തന്ത്രിയായി ജനിക്കേണ്ടിയിരുന്നു എന്നാണ്. BJP ആണ് ഇതിന് മറുപടി പറയേണ്ടത്. തൃശ്ശൂരിലെ ജനതയെ ഇത്രയേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിന്ന് ജയിപ്പിച്ച തൃശ്ശൂരിലെ ജനതയോട് കാണിച്ച ഏറ്റവും മോശകരമായ ഇടപാടാണ്. സുരേഷ് ഗോപിയെ എങ്ങനെ ചെത്തി മാറ്റി എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നത് ഈ സവർണതയാണ്, സവർണ മേധാവിത്വമാണ്. ഏതായാലും സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് കൊണ്ടാണ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി അന്ന് 46-ൽ ഭരണഘടനയുടെ ആദ്യ യോഗം ചേരുമ്പോൾ തന്നെ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ, നമ്മൾ ഇതിന്റെ ഭരണഘടന ഉണ്ടാക്കാനുള്ള അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചത് ഡോക്ടർ BR അംബേദ്കറിനെയാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞ രീതിയിലാണ് എങ്കിൽ അദ്ദേഹം എവിടെയാണ് ഉള്ളത് എന്നാണ്. ഇന്ത്യ രാജ്യത്തിന്റെ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണഘടന എഴുതാനുള്ള സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അന്ന് ഡോക്ടർ BR അംബേദ്കറിനെ പരിഗണിച്ചതിന്റെ പേരാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ നിന്ന് ഇന്ന് സുരേഷ് ഗോപിയിലേക്കുള്ള ദൂരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ദൂരം വളരെ വലുതാണ്. സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകൾ BJPയുടെ നേതൃസ്ഥാനത്തുള്ള ഉള്ളിടത്തോളം കാലം ഈ രാജ്യത്തിന് മാറ്റമുണ്ടാവില്ല, പുരോഗതി ഉണ്ടാവില്ല. മനസ്സിന്റെ അടിത്തട്ടിൽ ഇന്നും അങ്ങേയറ്റം ജാതീയത ഉള്ള ആളുകൾ, അത് പുറത്തേക്ക് ബഹിർഗമിക്കുന്ന കാഴ്ചയാണ്. അവസാനം അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞാൽ, നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത് പിൻവലിക്കാം എന്നാണ് പറഞ്ഞത്. BJP ഒരു സ്റ്റാൻഡ് ഈ വിഷയത്തിൽ എടുത്തോ? പട്ടികജാതി മോർച്ചയുണ്ടല്ലോ BJPക്ക് ഒരുപാട് ഈ മേഖലയിൽപ്പെട്ട പരസ്യമായിട്ടല്ലെങ്കിലും BJP ഇതിനകത്തൊരു സ്റ്റാൻഡ് എടുത്തു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അതായത് ഏതെങ്കിലും ഒരു BJP സംസ്ഥാന നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഇത് അനുകൂലിച്ചുള്ള പ്രസ്താവന വരുന്നില്ല. മാത്രമല്ല, ഒരിക്കലും ഈ പറയുന്നത് തിരുത്താത്ത ഒരാൾ കൂടിയാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിന് ഇത് തിരുത്തേണ്ടതായി വരുന്നു. അത് ഹൃദയത്തിൽ നിന്നാണോ അല്ലയോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ ഇത് ഈ പ്രസ്താവന തിരുത്തേണ്ട ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് പാർട്ടി ഒരു കൃത്യമായ ഒരു നിർദ്ദേശം എവിടെയോ കൊടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ കരുതിക്കൂടെ? അങ്ങനെ ഒരു പാർട്ടിയുടെ നിലപാട് മന്ത്രി പറയുന്നതല്ല എന്നുകൂടി അതിനകത്ത് വ്യക്തമാകുന്നുണ്ടോ? അല്ല, BJPയുടെ നേതൃത്വം, കേരളത്തിലെ നേതൃത്വം വളരെ വ്യക്തമായി, അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം, ഡൽഹിയിൽ വെച്ചാണല്ലോ അദ്ദേഹം പ്രഖ്യാപിച്ചത്, കേന്ദ്ര നേതൃത്വം പറയണം ഇന്ന് മന്ത്രിയായ സുരേഷ് ഗോപിയുടെ സ്റ്റാൻഡ് ഒന്നുകിൽ ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ്. അതല്ല രാഷ്ട്രീയ പാർട്ടി ഏൽപ്പിക്കുന്ന ആളാണല്ലോ മന്ത്രി. പാർട്ടി ഏൽപ്പിക്കുന്ന പണിയാണല്ലോ മന്ത്രി എടുക്കുന്നത്. മന്ത്രിയെ ഈ പണി ഏൽപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ പറയാനാണോ, അല്ലെങ്കിൽ അയാൾ തെറ്റാണോ? എന്തുകൊണ്ട് പരസ്യമായി അദ്ദേഹത്തെ തിരുത്തിക്കൂടാ? ഇന്ത്യൻ ജനാധിപത്യത്തിൽ ആരെയും തിരുത്താനുള്ള ശേഷി നമ്മൾക്കുണ്ടല്ലോ. ആ തിരുത്താനുള്ള ശക്തി ഇതുവരെ BJP കാണിക്കാത്തത് കൊണ്ട് BJPയുടെ സ്റ്റാൻഡും ഇത് തന്നെയാണ് എന്നല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്. കേരളത്തിലെ ഒരു നേതാക്കന്മാർ പോലും പറഞ്ഞിട്ടില്ല, BJPയുടെ ഒരു നേതൃത്വവും അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. അദ്ദേഹവും പറഞ്ഞതാണ്, നിങ്ങൾക്കൊക്കെ ഇഷ്ടമില്ലെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, എന്റെ ഹൃദയത്തിൽ നിന്നാണ് ഈ സാധനം വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. അദ്ദേഹം ഇതിനെ മേക്ക് ചെയ്തത് ഈ സവർണ ആധിപത്യമാണ്, ഈ സവർണ ഫ്യൂഡലിസമാണ്. ആ സവർണ ഫ്യൂഡലിസത്തിന്റെ പുത്രന് അതിനപ്പുറത്ത് പറയാൻ സാധിക്കില്ല. BJP അതിന്റെ ഒപ്പം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഏകദേശം വൈകുന്നേരമായിട്ടും ഒരാളും മിണ്ടാത്ത, അല്ലെങ്കിൽ എപ്പോഴും ആവേശത്തോടു കൂടി പ്രതികരിക്കുന്ന V മുരളീധരനുണ്ട് കേരളത്തിൽ, ശോഭാ സുരേന്ദ്രനുണ്ട് കേരളത്തിൽ, K സുരേന്ദ്രനുണ്ട്. എന്തേ ഒരാളും മിണ്ടുന്നില്ല?
എന്തുകൊണ്ടൊരു അക്ഷരം മിണ്ടുന്നില്ല പറഞ്ഞുകൂടായിരുന്നോ? ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞുകൂടായിരുന്നോ? കേന്ദ്ര നേതൃത്വത്തിന് പറഞ്ഞുകൂടായിരുന്നോ? കേരളത്തിലെ പ്രഭാരിക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഇപ്പൊ സന്ദീപ് വാര്യരൊക്കെ വരുന്ന സമയത്ത് 100 നാവിൽ അദ്ദേഹത്തെ വിമർശിച്ച BJP-യുടെ നേതാക്കന്മാർക്ക് പറഞ്ഞുകൂടായിരുന്നു ഇതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞില്ലല്ലോ? സുരേഷ് ഗോപി ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ആളാണ്, അയാൾക്ക് തെറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞില്ലല്ലോ? അദ്ദേഹം അത് പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ? എന്ന് പറഞ്ഞാൽ ഈ മൗനം കുറ്റസമ്മതമാണ്, അല്ലെങ്കിൽ മൗനം ഇദ്ദേഹത്തെ അനുകൂലിക്കുന്നതിന് തുല്യമാണ്. ഏതായാലും ഈ 2025 ഏറ്റവും പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. രാജ്യം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, രാജ്യത്തിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഭരണാധികാരികൾ പിറകോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഈ രാജ്യത്തെ പിടിച്ച് പഴയ ചാതുർവർണ്ണത്തിലേക്ക് കൊണ്ടുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നതിന്റെ വളരെ വ്യക്തമായ തെളിവാണ് ഇന്ന് പലപ്പോഴും ശ്രീ സുരേഷ് ഗോപി നടത്തുന്ന ഇത്തരം പരസ്യ പരാമർശങ്ങളൊക്കെ സംബന്ധിച്ച് BJP സംസ്ഥാന നേതൃത്വത്തോടും നേതാക്കന്മാരോടും ഒക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു BJP നേതാവല്ലല്ലോ, അതുകൊണ്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയം കലർത്തിയല്ല കാര്യങ്ങൾ പറയുന്നത് എന്ന് പറയുന്നവരാണ് സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ പലരും ഉള്ളത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഈ തുടക്കം മുതൽ ഈ മിനിറ്റ് വരെ സുരേഷ് ഗോപി നടത്തുന്ന പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് BJP സ്വീകരിക്കാറുണ്ട്. അത് BJP ഒരിക്കലും ആ പരാമർശങ്ങൾ ഓൺ ചെയ്യാറുമില്ല, തള്ളിക്കളയാറുമില്ല. അങ്ങനെ ഒരു സ്റ്റാൻഡ് BJP കരുതി പോകുന്നു ഈ വിഷയത്തിനകത്ത് എന്നുകൂടിയാണോ? താമര ചിഹ്നത്തിൽ മത്സരിച്ച് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലായി താമര ചിഹ്നത്തിൽ മത്സരിച്ച ഒരാൾ ഞങ്ങളുടെ പാർട്ടിയല്ല എന്ന് BJP-ക്ക് പറഞ്ഞാൽ ആ BJP-യുടെ അസ്തിത്വത്തിനെ പറ്റി നമ്മൾക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. ഒരു പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ആള് ഞങ്ങളുടെ പാർട്ടിയല്ല, അയാൾ പറയുന്ന വിവരക്കേടൊന്നും ഞങ്ങളുടേതല്ല, അയാൾക്ക് കിട്ടുന്ന വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ BJP-യുടെ നേതാക്കന്മാർ, വലതുപക്ഷ നിരീക്ഷകരൊക്കെ ഇതിന്റെ പുറകിൽ വരുന്നുണ്ടല്ലോ, അവരാണ് വ്യക്തമാക്കേണ്ടത്. ഏതായാലും ഇതൊരു ശരിയായ രാഷ്ട്രീയമല്ല. താമര ചിഹ്നത്തിൽ മത്സരിച്ച് 3 തവണ മത്സരിച്ച് BJP-യുടെ എല്ലാ യോഗത്തിലും പങ്കെടുത്ത്, BJP-യുടെ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത്, BJP-യുടെ ഒട്ടുമിക്ക സമ്മേളനങ്ങളും ഉദ്ഘാടനം ചെയ്ത് കേരളത്തിനകത്ത് മന്ത്രിമാരായതിൽ 2 മന്ത്രിമാർ ആയ അതിൽപ്പെട്ട ഒരാൾ പറയുന്നതിന് BJP-ക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ലെങ്കിൽ, BJP ഓൺ ചെയ്യുന്നില്ല എങ്കിൽ അപ്പൊ എന്ത് പാർട്ടിയാണിത്? എന്ത് പാർട്ടിയാണ്? കൊലപാതകയ്ക്ക് കുറച്ച് ആളുകൾ, ഇതുപോലെ തെറി വിളിക്കാൻ കുറച്ച് ആളുകൾ, ഭരിക്കാൻ കുറച്ച് ആളുകൾ, അടികൊള്ളാൻ കുറച്ച് ആളുകൾ, ഇങ്ങനെയാണോ പാർട്ടി? ഒരു പാർട്ടിക്ക് ഒരു നിലപാട് വേണ്ടേ? പാർട്ടിക്ക് ഒരു നയം വേണ്ടേ? പാർട്ടിയുടെ നയം ഇതാണോ അല്ലയോ എന്ന് BJP പ്രതികരിക്കട്ടെ. ഇന്ന് വൈകുന്നേരമായല്ലോ, സോഷ്യൽ മീഡിയയിലും മീഡിയകളിലും ഒക്കെ ഇത് വൈകുന്നേരം വരെ തിളച്ചു പറയുന്നു. കേരളത്തിലെ പ്രതിഷേധങ്ങൾ പല ഭാഗത്തുണ്ടാകുന്നു. അമിത്ഷാ നമ്മൾക്കറിയാമല്ലോ, അമിത്ഷാ പറഞ്ഞത് അംബേദ്കർ 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 എന്ന് വിളിക്കുന്നത് പകരം ദൈവത്തിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും എന്ന് പറഞ്ഞ, സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ അമിത്ഷായുടെ പാർട്ടിയിൽ തന്നെയുള്ള ആള് തന്നെയാണല്ലോ സുരേഷ് ഗോപി. ഇതിനപ്പുറത്തൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതിനപ്പുറത്തേക്കൊന്നും BJP-യുടെ നേതാക്കന്മാർ പറയുമെന്ന് വിചാരിക്കും. ഇതിനകത്ത് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണല്ലോ. BJP-യുടെ നേതാക്കളുള്ള സഭയ്ക്കകത്തും ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണല്ലോ അദ്ദേഹം അത് പ്രൊഡക്ട് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. അദ്ദേഹത്തിന് ചുറ്റിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങളാണ് അദ്ദേഹം പ്രൊഡക്ട് ചെയ്ത് പുറത്തേക്ക് പറയുന്നത്. ഇപ്പോൾ ധന്യരാമനുണ്ട്. ധന്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു രാഷ്ട്രീയ വിഷയവുമായി ബന്ധപ്പെട്ട്